അൻവറിൻ്റെ കൊട്ടേഷൻ എടുത്ത് ഒരു ഭീഷണി വാർത്ത പ്രചരിക്കുന്നുണ്ട്. ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് എടക്കര CPM ഏരിയ സെക്രട്ടറി കൂറുമാറിയ നുസൈബയുടെ ഭർത്താവ് സുധീറിനെ ഭീഷണിപ്പെടുത്തിയത്രേ. എന്നിട്ട് ഈ ഒരു ഫോൺ സംഭാഷണം കൂടിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ അതിന്റെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അൻവറെ കണ്ടിട്ട് ഈ തീരുമാനം എടുത്താൽ നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിനെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചത് ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടിനെ പുറത്ത് കുത്തി പോവുകയാണെങ്കിൽ ഈ പാർട്ടിന്റെ ഭാഗത്ത് യാതൊരു ദാക്ഷിണ്യം എന്നെ സംബന്ധിച്ചുണ്ടാവില്ല. നമുക്ക് നോക്കാം. ഇത് അൻവറിന്റെ പിന്നാലല്ലേ, ഇത് അൻവറിനായിട്ട് നടന്നോ? അൻവർ എന്താന്ന് ഞങ്ങളൊക്കെ എനിക്കറിയാം എന്താ അൻവർ എന്നുള്ളത്. ഓന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. ഇതോ പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. ഇത് അൻവറിന് UDFന്റെ UDFന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇത് പോകാന്നല്ല ഇത് പറഞ്ഞു. UDFനെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി എന്തുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയിരുന്നത് കാര്യമായിപ്പോയി. കൂടെ നിന്ന് കാല് വാരുന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തൊരു പൂമാല ഇട്ട് കൊടുക്കായിരുന്നു. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഈ ഗാന്ധിയൻ തത്വശാസ്ത്രം അടിക്കുകയും കൈയിരിക്കുന്ന പ്രവൃത്തി മുഴുവൻ സവർക്കറിൻ്റേതുമായി മാറുന്ന കോൺഗ്രസ്സുകാരെ പോലെയോ അല്ലെങ്കിൽ ഇവിടത്തെ ബാക്കിയുള്ള ഇതര രാഷ്ട്രീയക്കാരെ പോലെ തൽക്കാലം ഗാന്ധിയൻ തത്വശാസ്ത്രം ഇക്കാര്യത്തിൽ പറയാൻ സൗകര്യപ്പെടില്ല തന്നെ. ഇങ്ങനെയുള്ള തെമ്മാടിത്തം കാണിച്ചു കഴിഞ്ഞാൽ അവരോട് ആ നിലയ്ക്ക് മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. അത് സമൂഹത്തിൻ്റെ ഏത് കോണിലുള്ളവനാണെങ്കിലും ശരി. ഇന്നലകളിൽ ഒപ്പം നിന്ന് കാര്യം കണ്ടതിന് ശേഷം കുറച്ചുകൂടി സൗകര്യം കിട്ടുമെന്ന് തിരിച്ചറിയുമ്പോൾ ഇതേ മാധ്യമങ്ങളുടെ ഭാഷയിൽ ദേശീയ തലത്തിലൊക്കെ ചാണക്യതന്ത്രമെന്ന നിലയ്ക്ക് BJP ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെല്ലാം ന്യായീകരിക്കുന്നവന്മാർ നുസൈബ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് രവീന്ദ്രൻ പറഞ്ഞതിൽ ഒരക്ഷരം പോലും പിൻവലിക്കേണ്ടതില്ല. ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത്. അത് ആർക്കെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിൽ വച്ചനത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. അല്ലാതെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് ഈ തോന്നിവാസത്തിനെതിരെ പ്രതികരിച്ചത് എന്തെങ്കിലും മോശമായി പോയി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമെങ്കിൽ അങ്ങ് പ്രചരിപ്പിച്ചോളൂ, ഒരു ചുക്കുമില്ല. ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നവരോട് ഈ ഭാഷയിലെങ്കിലും വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ഏരിയ സെക്രട്ടറി? പറഞ്ഞത് കുറഞ്ഞു പോയെന്നേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം PV അൻവർ എന്തൊക്കെയോ തള്ളുന്ന കേട്ടല്ലോ, അമ്പൂക്ക ജോക്സായിട്ട്. അതിനോളം വരില്ലല്ലോ ഇതൊന്നും. തലയടിച്ച് പൊട്ടിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ പോകുന്നെങ്കിൽ പോയിക്കോ, വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞത് തന്നെയാണ്. എന്താണ് കുഴപ്പം? നല്ല പ്രവൃത്തിയാണല്ലോ ചെയ്തിട്ട് പോയതും. കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവന്മാരൊക്കെ ആരെങ്കിലും സ്വന്തം നിലയ്ക്ക് ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഗാന്ധിസം. തൽക്കാലം അത് ചെയ്യാനായിട്ട് ഇടതുപക്ഷത്തുള്ളവർക്ക് സൗകര്യപ്പെടില്ല. അൻവറിനെ പോലെ ഒരു കുലംകുത്തിയോടൊപ്പം ഇന്നലകളിൽ അഭയം കൊടുത്തവർ കാണിച്ച നെറികേടിനെ മറ്റെന്തെങ്കിലും സ്വാധീന വലയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മറുപടി പറയും. അതും വളരെ ശക്തമായിട്ട് തന്നെ. അതിനെ നിങ്ങളുടെ പേരിൽ ഭീഷണിയാണെങ്കിൽ അതിനെ ഭീഷണിയായിട്ട് തന്നെ വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നുസൈബയുടെ ഭർത്താവിന് ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ കൂറുമാറുന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് സ്നേഹവാത്സല്യം കൊണ്ട് പൊതിയാൻ ഈ പാർട്ടിയുടെ പേര് ഗാന്ധിയൻ പാർട്ടി എന്നല്ല, CPM എന്ന് തന്നെയാണ്. ഈ രീതിയിൽ തന്നെയായിരിക്കും എല്ലാത്തരം കുലംകുത്തികളോടും പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടി തന്നെയാണ് പാകതയുള്ള നേതാക്കന്മാരെ ഓരോ പദവികളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.